എന്ത് രസമുള്ള സ്ഥലം നോക്കിയേ. ഇതാണ് കശ്മീരിലെ കർണാർ റീജിയനിലെ ചനിപ്പോര ഗ്രാമം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രധാന ഫോർവേഡ് ബേസ് ഇവിടെയായിരുന്നു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം. അസ്സലാമലൈക്കും. ഈ വ്യൂവിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ലൈറ്റില്ലേ, അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാനാണേ. ഇവിടെ വരെ വില്ലേജ് കുറച്ച് മുകളിലേക്ക് ഞങ്ങൾ നടന്നു വന്നതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് ഷെല്ല് വീണിട്ട് മണ്ണിൽ ഇങ്ങനെ കുഴിയായതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇക്ബാൽ ബ്രോയുടെ വീട്ടിൽ നിന്നും വഴിയിലെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് സാധനാപാസും കടന്ന് ചനിപ്പോര വരെയുള്ള യാത്ര ഈ വീഡിയോയിൽ കാണാം. ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. അങ്ങനെ കശ്മീരിലെ കുപ്വാര ജില്ലയിലെ താരത്പുര വില്ലേജിൽ നേരം വെളുത്തു കേട്ടോ. പൂത്തു തുടങ്ങിയ ആപ്പിൾ മരങ്ങളിൽ സൂര്യൻ്റെ വെളിച്ചം പതിച്ചു തുടങ്ങി. ഞാൻ എണീറ്റ് കുളിച്ച് റെഡിയായി. അപ്പോഴാണ് നമ്മുടെ മെഹ്റാൻ ബ്രോ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടോ. അപ്പോൾ എന്താ വെച്ചപ്പോൾ അങ്ങാടി പോവാണ്. ഒരു റൊട്ടി ഉണ്ട് ഇവരുടെ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് ഒരുമിച്ച് പോയിട്ട് വാങ്ങാമെന്ന്. ആ സ്കൂൾ നെയ് സ്കൂൾ ഹേ കിतना ബജെ 9 ബജെ. ആ ഓക്കെ, 9 മണിക്ക് സ്കൂളുണ്ട്. ഇപ്പോൾ സമയം 6:45 കേട്ടോ. ഞാനൊരു 6 മണിക്ക് എണീറ്റു. വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ട അതേ അങ്ങാടിയാണ് കേട്ടോ, താരത്പുര. ഒരു ചെറിയ അങ്ങാടിയാണ്, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഷെയർ ടാക്സികൾ ഓടാൻ തയ്യാറായി നിൽക്കാൻ കേട്ടോ. ആ ഇവിടെ കേട്ടോ റൊട്ടിക്കട. കശ്മീരിൽ എവിടെ പോയാലും ഏത് വില്ലേജിൽ പോയാലും ഹലോ കിतना റൊട്ടി ലിയാ ചേ ഓക്കെ 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 കണ്ടോ. കശ്മീരിൽ ഏത് വില്ലേജിൽ പോയാലും നമുക്ക് ഇതുപോലത്തെ അന്തരാസക്തേ ചെറിയൊരു വാതിലുണ്ട്, നമുക്ക് അകത്ത് പോയി നോക്കാം. അസ്സലാമു അലൈക്കും. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഈ പറഞ്ഞ റൊട്ടി. इसका कश्मीर में गिरदा गिरदा बोलता है. ओके, पूरा कश्मीर लोग एक खाता है ब्रेकफास्ट का. सवेरे सवेरे लोग खाता है. हाँ मगर खाता है नमकीन चाय के साथ. नमकीन चाय के साथ. यस यस यस. देखो खा के देखो. ഗരം റൊട്ടി നല്ല ചൂടുള്ള റൊട്ടി കേട്ടോ. ഈ റൊട്ടി ഞാൻ കഴിച്ചിട്ടുണ്ട് കിർദ്. അപ്പോൾ ചൂടുള്ളത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഗരം അച്ഛാ, ചൂടോടത് ഭയങ്കര രസമുണ്ട്, ഭയങ്കര സോഫ്റ്റ്, ഒരു ക്രിസ്പിനെസ് ഉണ്ട്. ഏത് വില്ലേജിൽ പോയാലും ഇങ്ങനത്തെ കടയുണ്ടാവും. ഇത് ഇവിടുന്ന് വാങ്ങിക്കുക, എന്നിട്ട് വീട്ടിൽ ഉപ്പിട്ട ചായ ഉണ്ടാക്കുക. അത് രണ്ടുമാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഭൂരിഭാഗം ആൾക്കാരുടെ. रोटी कितना है? ये 5 का होता है. 5 का होता है. 5 का होता है. ओके ओके ओके. आप एक दिन में कितना बनाता है? एक दिन में ये सवेरे बनाना पड़ता है 100-150 बस. 150. ओके ओके ओके. आपका नाम? मेरा नाम अब्दुल अहद. अब्दुल अहद. അബ്ദുൽ അഹദ്. ആ ഓക്കെ ഓക്കെ कोई टेंशन नहीं है. ഓക്കെ ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പുറത്ത് മിക്കവാറൊക്കെ കുട്ടികളാണ് വരിക കേട്ടോ. ഇപ്പം നമ്മുടെ മെഹ്റാൻ ബ്രോ വന്നതുപോലെ കുട്ടികൾ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കവറിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് പോകും കേട്ടോ എല്ലാ ദിവസവും. ഇതിന്മേ കൈ കൊണ്ടാണ് കേട്ടോ ഡിസൈൻ ഉണ്ടാക്കുന്നത്. അത് കൊള്ളാലോ. ഇത് കണ്ടോ, ഈ സംഗതി കൈ കൊണ്ടാണ് പുള്ളി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ പരത്തിയിട്ട് കണ്ടോ. അയ്യോ, എന്നിട്ട് അവിടെ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് ഇതാ വെന്ത് നോക്കിയിട്ട് ഇതാ ഉമ്മ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടിടും. അപ്പോൾ ഇതാണ് ഹിർദിൻ്റെ കഥ കേട്ടോ. അടിപൊളി. ഇതാ ഒരു കുഞ്ഞു കടയാണ്, ഇവിടെ പുറത്തൊന്നും ആരും ഇല്ല കേട്ടോ. ഹായ്. ഇക്ബാൽ ബൈ का बेटा है ना. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് കിട്ടിയ റൊട്ടിയും കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകട്ടോ. ഹായ്. ഹലോ ഹലോ ഹായ്. എവിടെ ചെന്നാലും നമുക്ക് രാവിലെ ഈ കാഴ്ച കാണാൻ പറ്റും കേട്ടോ. ഇതുപോലുള്ള റൊട്ടി ഒരു 5-8 എണ്ണമൊക്കെ ഇട്ടിട്ട് ഒരു കവറും തൂക്കി പിടിച്ചിട്ട് പോകുന്ന കുറേ കുട്ടികളെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ തീരും. എന്ത് പറ്റി? എൻ്റെ ഉപ്പ ബാത്റൂമിലാണ്. ബാത്റൂമിൻ്റെ മുമ്പിൽ ഡോറിൻ്റെ പുറത്ത് അവിടെ ഇങ്ങനെ കിടന്നിട്ട് കരയുന്നു. എന്താ സംഭവിച്ചതാകില്ല കേട്ടോ. അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഭയങ്കര സങ്കടമുണ്ട് പുറത്ത്. എന്തായാലും പോയി ഇക്ബാൽ ബ്രോ കുടിക്കാൻ കയറിയിട്ട് കേട്ടോ. ഇത്രയും സിമ്പിളാണ് ലൈഫ്. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് വരുമ്പോൾ ആലോചിക്കുമായിരുന്നു, കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പം ഞാനടക്കമുള്ള ഈ വീഡിയോ കാണുന്നവർ പല ആൾക്കാരും ഓരോ നേരം ഭക്ഷണം മുമ്പിലേക്ക് വരുമ്പോഴേ അത് പറ്റൂല ഇത് പറ്റൂല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി.
ലൈഫ് ഇതാ ഇങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളിലും. ഇവരങ്ങനെ എപ്പോഴും ഇങ്ങനെ ലളിതമായ ഭക്ഷണം കഴിക്കുന്നു എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നും കൂടി പറയാണ്. ഈ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. നമുക്ക് ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുക, തിരിച്ചറിയാൻ പറ്റുക, നമുക്കുള്ള നന്മ തിരിച്ചറിയാൻ പറ്റുക എന്നതിനപ്പുറം നമുക്ക് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാക്കാൻ പറ്റിയ വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പതാ ഞാൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. പക്ഷേ വേറെയും കുറച്ച് ഐറ്റംസ് കാണുന്നുണ്ട്. ഇത് ഞാൻ വന്നത് കൊണ്ട് ഇവർ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിവിടെ സ്ഥിരമായിട്ടുള്ളതല്ല. വരുമ്പോൾ തന്നെ ഇക്ബാൽ ബ്രോയോട് പറഞ്ഞിരുന്നു, ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ കഴിക്കുന്ന സാധനം മാത്രം എനിക്ക് തന്നാൽ മതി. പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ല. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ. ഒരു 9 മണിയായപ്പോൾ നമ്മുടെ ഇക്ബാൽ ബ്രോയും സ്കൂളിലേക്ക് പോയി. എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു ഐപാഡിൽ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മുഷ്താഖ് ബ്രോ വന്നു കേട്ടോ. പുള്ളി സ്കൂളിൽ മക്കളെ കൊണ്ടുവിടാൻ പോയതായിരുന്നു. മുഷ്താഖ് ബ്രോൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു നമുക്ക് ടീറ്റുവാളിലേക്ക് പോകേണ്ട കാര്യം. അപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്കൊരു 3 മണിയാകുമ്പോൾ പോവാം. ആ സമയത്ത് ഇവരുടെ ഉപ്പ, അതായത് ഓപ്പോസിറ്റുള്ള വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലും ഏതൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ സ്പെഷ്യൽ കാവ ഉണ്ടാക്കുന്നുണ്ട്, വാ കാവ കുടിക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനവിടെ പോയി. അപ്പോൾ ഇവരുടെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അവരെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഈ രാവിലത്തെ ഈ വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഈ കൃഷിനെ കുറിച്ചിട്ടും ഇവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് കാവ കൊണ്ടുവന്നു. കാവ കുറച്ച് സ്പെഷ്യലായിരുന്നു കേട്ടോ. It gives strength, energy to the body. Improve digestion. ഒരു മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനകത്ത് കേസർ, അതായത് കുങ്കുമപ്പൂവ് ചേർത്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. എന്തായാലും കാവ കുടിച്ചിട്ട് പിന്നെയും കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഞാനും മുഷ്താഖ് ബ്രോയും കൂടെ ഇന്നത്തെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടോ. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവായിട്ട് ഇത് കൊടുക്കുക എന്നുള്ളതാണ് അത്ര. കാവ കൊടുക്കുമ്പോഴാണ്. അതായത് ടീറ്റുവാൾ എന്ന് പറയുന്ന സ്ഥലം മുഷ്താഖ് ബ്രോയുടെ ഭാര്യയുടെ നാട് കൂടിയാണ്. അവിടെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അന്ന് ആ വിന്ററിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്കുണ്ടാവില്ല ഒരു ത്വര അങ്ങോട്ട് എങ്ങനെയെങ്കിലും പോകണമെന്ന്. അതാണ് മൈൻഡിൽ. അതുകൊണ്ട് അവിടെ പോയാലേ ആ സംഭവം തീരുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോകാം. രാത്രി അവിടെ എത്തിയിട്ട് നാളെ അവിടുത്തെ കാഴ്ചകൾ കാണാം എന്നാണ് മുഷ്താഖ് ബ്രോയുടെ അഭിപ്രായം. അപ്പോൾ അതുവരെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈക്കോ എടുത്തിട്ട് പുറപ്പെട്ടു കേട്ടോ. ഓൾമോസ്റ്റ് ഡബിൾ. ഇവർക്ക് ഇവിടെ CNG ഇല്ല. നോ CNG ഇൻ കശ്മീർ. ഇന്നലെ രാത്രി ഇരുന്നപ്പോൾ അവർ സംസാരിക്കുന്നു കേട്ടോ, CNG എന്ന പരിപാടി കാശ്മീരിലില്ല. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇദ്ദേഹം ഇവിടെ വരുന്ന യാത്രികർക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി ഓടുന്നുണ്ട്. വരുമാന മാർഗം അത് തന്നെയാണ്. അപ്പോൾ 12 കിലോമീറ്റർ കിട്ടുന്നത്. അതിന്റെ വിഷമം പറയുന്നു. ഇവിടെ CNG ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴോ മാറ്റിയേനെയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നമ്മൾ CNG ചെയ്തു കൊടുക്കുന്നുണ്ട്, അറിയാലോ. ഞാനും ബീബ്രോയും കൂടി നടത്തുന്ന ഗ്യാസ് ഡ്രൈവ് CNG ഫിറ്റ്മെന്റ് സെന്റർ. പെട്രോൾ അടിച്ചിട്ട് കാശ് കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ CNGയിലേക്ക് മാറാം. 2-3 വർഷത്തെയൊക്കെ റീപ്ലേസ്മെന്റ് വാറണ്ടിയുള്ള പ്ലാനുകൾ നമ്മുടെ കയ്യിലുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനികളുടെ CNG കിറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വില്ലേജിലേക്ക് പോയിരുന്നു. ആ വില്ലേജിന്റെ സൈഡിൽ വേറൊരു വില്ലേജ് ഉണ്ട്. ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു കടയിൽ എന്തോ അന്വേഷിക്കുന്നുണ്ട്. ആ പുള്ളിയുടെ ഫ്രണ്ടാ തോന്നുന്നു കേട്ടോ. ഓക്കെ. നമ്മളിപ്പോ ഈ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു സംഭവം കാണാനാണ്. അത് ഓപ്പൺ ആണോ എന്നുള്ളത് ചോദിക്കായിരുന്നു ആ കടയിൽ കേട്ടോ. ഇപ്പൊ മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ട് നമ്മളിപ്പോ ഒരു കുഞ്ഞ് ചെറിയ ഇടവഴി കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും വലിയ ഉരുളം കല്ലുകളൊക്കെ വെച്ചിരിക്കണം. അങ്ങനത്തെ ഒരു വഴി കേട്ടോ. ഇവിടെ ഒരു സ്ട്രീം എന്തോ ഒഴുകുന്നുണ്ട്, അതിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് വണ്ടി നിർത്തി. ആ കാണുന്ന ഒരു ചെറിയ കെട്ടിടം കണ്ടോ, ഒരു ഷെഡ്, അത് കാണാനാണ് നമ്മൾ വന്നത് കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രട്ട കേട്ടോ. ഗ്രട്ട എന്നാണ് കാശ്മീരി പറയാ. വേറൊന്നല്ല, ഒരു ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന മില്ലാണ്. പക്ഷേ വെറൈറ്റിയാണ്. അരിയും ഗോതമ്പും അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു മില്ലാണ്. ഇവിടെയുള്ള ഈ പരിസരങ്ങളിലുള്ള എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ആൾക്കാർ 2 പേര് ഈ ചോളം പൊടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. ഈ മില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറണ്ടിന് വർക്ക് ചെയ്യുന്നതല്ല, ഇത് ഒഴുകുന്ന വെള്ളത്തിന്റെ
പവർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ടൊന്ന് കാണാം. ഇത് കണ്ടോ, മലയുടെ മുകളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഇതുപോലെ കറക്റ്റായിട്ടൊരു ചാലിൽ കൂടി ഇങ്ങനെ തിരിച്ചു വിട്ടിട്ട് ദേ ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. ഇത് കണ്ടോ, അതിനുശേഷം ഈ വെള്ളം താഴേക്ക് നല്ല ഫോഴ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു കറക്റ്റ് ഒരു ചാല് പോലെ ഉണ്ടാക്കി കൊടുത്തേക്കുവാണ്. പിന്നീട് ഈ വെള്ളം നല്ല ഫോഴ്സിൽ കടന്നു പോകുന്നത് ആ ഷെഡിന്റെ അടിഭാഗത്തൂടെയാണ് കേട്ടോ. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് താഴെ പോയിട്ട് നോക്കാം കേട്ടോ. അതാണ് ആ വെള്ളം വരുന്ന സ്ഥലം, അത് അതിന്റെ അടിയിൽ കൂടി പോകുന്നു. അതിനുശേഷം താഴത്ത് എന്താ സംഭവിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. വേറൊന്നല്ല, ഒരു ടർബൈൻ കറക്കുകയാണ് ചെയ്യുന്നത്. ആ ടർബൈൻ കറങ്ങുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ അരിയും ഗോതമ്പും ഒക്കെ നമുക്ക് പൊടിഞ്ഞു കിട്ടുന്നത് കേട്ടോ. ഇവിടെ മൊത്തത്തിലൊരു പൊടി മയമാണ് കേട്ടോ, ഗോതമ്പപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ കൂടായിട്ട്. കണ്ടോ, ഇവിടെ അദ്ദേഹം അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പൊടിച്ച മാവ് ഒരു ബാച്ച് കഴിഞ്ഞത് ചാക്കിൽ കെട്ടി വെക്കുകയാണ് കേട്ടോ അദ്ദേഹം. ഈ ഒരു ഷെഡ് തന്നെ കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പഴക്കം എത്ര ഉണ്ടാവും നമുക്ക് ഊഹിക്കാലോ. ഇതാണ് ടെക്നോളജി കേട്ടോ. താഴത്ത് ടർബൈൻ കറങ്ങുമ്പോൾ അതിനൊപ്പം ഒരു വലിയ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ വീല് കറങ്ങുകയാണ്. അതിൻ്റെ മുകളിലുള്ള ആ ദ്വാരത്തിലേക്ക് നമ്മുടെ ധാന്യങ്ങൾ, ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും ചോളാണെങ്കിലും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വീഴും. അത് ഈ കല്ലിങ്ങനെ കറങ്ങുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ട് ദേ ഇങ്ങോട്ട് വന്ന് വീഴും. കണ്ടോ, ഈ ഭാഗത്ത് വന്ന് വീഴും. ഈ ഭാഗത്ത് മാത്രമല്ല, അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം ഈ ബാച്ച് കഴിയുന്ന സമയത്ത് അത് മൊത്തം കോരി എടുക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കണ്ടോ, ഏറ്റവും കൂടുതൽ വന്ന് വീഴുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. എന്റെ പൊന്നോ, എന്താ ടെക്നോളജി വിചാരിച്ചിട്ടാ. അതായത് എത്രത്തോളം ധാന്യം താഴേക്ക് വീഴണം എന്നുള്ളതിന് ഒരു ചെറിയ സംവിധാനമുണ്ട്. അതിന് പുറമെ ഒരു 3 മരക്കഷ്ണങ്ങൾ ആ കമ്പിന്ന് താഴേക്ക് നമ്മുടെ ഈ കറങ്ങുന്ന ചക്രത്തിലേക്ക് ഇങ്ങനെ തട്ടിച്ചു വെച്ചിട്ട് കേട്ടോ. ഈ സൗണ്ട് കേൾക്കുന്ന അതിന്റെയാണ്. അത് എന്തിനാണെന്നറിയോ, കറങ്ങുന്ന കല്ലില് ആ മരക്കഷ്ണങ്ങൾ തട്ടുമ്പോൾ ആ ടോട്ടൽ ഭാഗം വൈബ്രേറ്റ് ചെയ്യും. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ മെയ്സ് ഇങ്ങനെ താഴേക്ക് വീഴുന്നത് കേട്ടോ. അതല്ലെങ്കിൽ അവിടെ സ്റ്റെക്കായി നിൽക്കൂലേ. എന്താ പറയാ ആ കാലഘട്ടത്തില്. ഇത് കണ്ടോ, ഈ ധാന്യം ഇട്ട് കൊടുക്കുന്ന ഈ പാത്രം പോലത്തെ സംവിധാനം കണ്ടോ, അതും ഒരു സിംഗിൾ ഒറ്റത്തടിയിൽ തീർത്താണ് കേട്ടോ. കണ്ടോ, ഇതാ ഇപ്പൊ അദ്ദേഹം ചാക്കിലേക്ക് കോരിയിടാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ നിറയുമ്പോൾ ചാക്കിലേക്ക് കോരിയിടും. എന്തായാലും ഇതാണ് കേട്ടോ വെള്ളത്തിന്റെ പവർ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഫ്ലോർ മില്ല്. അബ്ദുൽ ജബ്ബാർ. ഓക്കെ. ഓ, ഇദ്ദേഹം ഉണ്ടോ, ഇദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. ഇദ്ദേഹമാണ് ഇത് ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ജബ്ബാർ ഖാനത്ത് ചോദിച്ചേ, രാത്രി വർക്ക് ഇല്ലാത്ത സമയത്തും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പൊ പുള്ളി എന്നോട് പുറത്തേക്ക് നടക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ. അദ്ദേഹം നമ്മളെ മുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. എന്താ പരിപാടി നോക്കി വെക്കാം. ഇതിവിടെ ഒന്നുമല്ലല്ലോ, കുറെ പോണല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഓപ്പറേഷൻ വൈസ് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് തോന്നുന്നു. ഇതൊക്കെയാ കരേക. ഓക്കെ. എന്തൊക്കെ ടെക്നോളജിയാ. വെള്ളം അങ്ങോട്ട് എത്തിയാലാണല്ലോ അത് കറങ്ങുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയ വാൽവ് ഉണ്ട്. ഈ ഒരു ഗേറ്റ് പോലത്തെ സാധനം കണ്ടോ, ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കും. കണ്ടോ, അപ്പോൾ വെള്ളം ഇങ്ങോട്ട് ഒഴുകില്ല. ആ വെള്ളം താഴേക്ക് പോയിട്ട് ഈ വഴി അങ്ങോട്ട് പോകും. അപ്പോൾ വെള്ളം ചെല്ലാതാവുമ്പോൾ ആ മെഷീൻ സ്വാഭാവികമായിട്ട് നിൽക്കും. ഇതൊക്കെ ഏത് കാലത്ത് കണ്ടുപിടിച്ചാന്ന് ആലോചിക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ അത്ഭുതം സമ്മതിക്കണം. മനുഷ്യന്മാരെ അതിജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഡീസൽ വേണ്ട, പെട്രോൾ വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, ഇതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പിന്നെ ഇവർ വാങ്ങുന്ന ചാർജും വളരെ ചെറിയ ചാർജാണ് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് 5 കിലോക്ക് 30 രൂപ എന്നാണ് കേട്ടോ. 5 കിലോ പൊടിക്കാൻ 30 രൂപയാണ്. വളരെ കുറവല്ലേ ശരിക്കും. പിന്നെ വേറെ ചിലവൊന്നും ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പിന്നെ വേറെ പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വിൻ്ററിൽ വർക്ക് ചെയ്യില്ല. കാരണം ഈ വെള്ളമൊക്കെ ഫ്രീസാവും, വെള്ളം കുറവായിരിക്കും, ഇതൊക്കെ ഐസാവും. അപ്പോൾ പിന്നെ ആ സാധനം വർക്ക് ചെയ്യില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ അതുമല്ല, വിൻ്ററിൻ്റെ മുമ്പേ എല്ലാവരും അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സ്ഥലം കാണാൻ തന്നെ നല്ല സൂപ്പറാണ്. പോക്കറ്റിലൊക്കെ തപ്പുന്നുണ്ട്. കീ എവിടെ വെച്ചു എന്ന് പുള്ളിക്ക് ഓർമ്മയില്ല. പോക്കറ്റ് ഈസ് ക്ലോസ്ഡ്. പിന്നെ എവിടെ പോകാനാ? വണ്ടി വെച്ച് മറന്നിട്ടുണ്ടാവും. എന്തായാലും വണ്ടിയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കിയേ, സ്ഥലം നോക്കിയേ, എന്ത് ഭംഗിയാ. എങ്ങോട്ടാന്നറിയില്ല, ബാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പുള്ളി നമുക്ക് ഈ പുഴ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ.
ഇത് കഹ്മിൽ എന്ന് പറയുന്ന പുഴയാണ്. നമ്മുടെ മില്ല് പ്രവർത്തിക്കാൻ വേണ്ട വെള്ളം ഈ പുഴയുടെ ആ മുകൾ ഭാഗത്ത്, ആ പാലത്തിന്റെ അപ്പുറത്തെ ഏതോ ഭാഗത്തു നിന്നാണ് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. സംഭവം നമ്മൾ ഈ ഭാഗത്തുള്ള ആവശ്യം കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഈ സ്ഥലത്ത് നിന്ന് പോകാൻ തോന്നില്ല. എന്ത് രസമാണ് കാണാൻ. ഈ ചാലില്ലേ, വെള്ളം ഒഴുകുന്ന ചാല്, അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാലമൊക്കെ ഉണ്ട് കേട്ടോ. മരത്തടി കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ പാലങ്ങൾ. കുറേ താത്തമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷോട്ടൊക്കെയാണ്. പക്ഷേ ഇവിടെ സ്ത്രീകളെ ഷൂട്ട് ചെയ്യുന്നത് ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ നമ്മളത് എടുക്കാത്തതുകൊണ്ടാണ്. എന്ത് രസമാണ്. ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇവിടെ അവിടെയൊക്കെ കുറേ സമയം ഇരുന്ന്. നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ കുറച്ചേരം എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചുമ്മാ അങ്ങനെ ഇരിക്കുക, കാറ്റൊക്കെ കൊണ്ട്. നല്ല രസമുള്ള ചെറിയൊരു തണുപ്പും ഒരു വെയിലും. താക്കോല് കാണാനില്ലാണ്ട് കൊറേ തെരഞ്ഞാണ് കേട്ടോ. ഫോട്ടോ വന്ന് നോക്കിയപ്പോ കണ്ടോ, വണ്ടിന്റെ ഡോറിലാണ്, അകത്ത് പോലും അല്ല. അപ്പൊ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിനെ കാണുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സാണ്, നാടാണല്ലോ. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരോടൊക്കെ സംസാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോകുന്നപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ ഓർക്കുന്നത്. ഇവിടെ സാധാരണ മില്ലില്ലേ എന്ന കാര്യം കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ സാധാരണ കറണ്ടിന് വർക്ക് ചെയ്യുന്ന മില്ലുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഇതില് പൊടിപ്പിക്കുന്ന അത്ര താല്പര്യം. ഈ ട്രഡീഷണൽ വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന ഫ്ലോർ മില്ലിൽ പൊടിച്ച ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് ആണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യാം. പക്ഷെ മറ്റ് സാധാരണ മില്ലും ഉണ്ട് ഇവിടെ. ഞങ്ങൾ വേറൊരു സംഭവം കാണാൻ പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് വിളിച്ചു കേട്ടോ. ലഞ്ച് റെഡിയാണ്, ഇപ്പോൾ വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ പിന്നെ മുസ്താഖ് ബ്രോ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കറണ്ട് ഉണ്ടാവണേന്ന്. ഭാഗ്യത്തിന് വീട്ടിലെത്തിയപ്പോൾ കറണ്ട് ഉണ്ട്. ഹലോ, ക്യാ ഖാത്തായ് റൊട്ടി ഗിർദ. രാവിലെ തുടങ്ങിയ തീറ്റയാണല്ലോ ഗിർദ. അതെ, അവളുടെ വാട്ടർ ബോട്ടിലാണ്. എനിക്ക് ഇന്നലെ രാത്രി വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് തന്നാണ് അവളുടെ വാട്ടർ ബോട്ടിൽ. അത് വേഗം എടുത്തുകൊണ്ടിരിക്കും ഇവിടെ കണ്ടപ്പോ. രാവിലെ ഒന്നും കുറെ സമയം കണ്ടുണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് ഫോൺ ചാർജ് ഇല്ല. പവർ ബാങ്ക് ചാർജ് ഉണ്ട്, പക്ഷെ ഫോൺ ഫുൾ ചാർജ് അല്ല. അപ്പൊ അതും ചാർജ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ ഭാഗ്യത്തിനോട് വന്നപ്പോ കറണ്ട് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ലേ. അപ്പൊ ഫോൺ ചാർജിലിട്ട് കേട്ടോ. നമ്മുടെ ഇക്ബാൽ ബ്രോ ഉണ്ട് ഇവിടുത്തെ ഇലക്ട്രിഫിക്കേഷൻ, ഈ സ്വിച്ചൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ മൊത്തം സ്വിച്ചും ഇങ്ങനെയാണ്, ഈ പൊസിഷനിലാണ് അത് ഓണ്. അപ്പൊ എന്തായാലും എനിക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നു, ഇങ്ങനെയാക്കിയ ഓണാണ്, താഴത്തേക്കാക്കിയ ഓഫ് ആണെന്ന്. മുസ്താഖ് ബ്രോ ഫോൺ കൊടുക്കുന്നില്ലാന്ന്. ഫോണുമേന് ഫുൾ കളിട്ടോ. ഇന്നലത്തെ പോലെ തന്നെ പുള്ളിക്ക് പോയി ഉമ്മ കൊടുക്കുകയാണേ, സോപ്പിടാണേ ഫോൺ വാങ്ങാൻ വേണ്ടിട്ടേ. ഫോൺ തന്നോക്കാന്നോ അങ്ങനെ എന്തോ ഉണ്ടോ ഞാൻ കേട്ടത്. ഫോൺ തന്നിട്ടില്ല, കളിയില്ല മോളെ, ഫോൺ തരാൻ പറ്റില്ല. മുസ്താഖ് ബ്രോ ഓടി രക്ഷപ്പെട്ടു. പുള്ളി ഇവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ നിന്നാണ്. അതിന് സമ്മതിക്കാം. കണ്ടോ, ഞാൻ ഇപ്പൊ പവർ ബാങ്ക് അതൊക്കെ ഊരിട്ടു. ബേഡ് ബേഡ് खाएगा खाना खाएगा खाना खाएगा आओ 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 खाना खाएगा खाए. അപ്പോൾ അവരുടെ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നിട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ കൈ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചു തരുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒരു വലിയ പാത്രം കൊണ്ടുവരും, പിന്നെ ഒരു ജഗ് കൊണ്ട് നമുക്ക് ഒഴിച്ചു തരും. അപ്പോൾ എനിക്ക് എന്തോ പോലെയാണ് അങ്ങനെ അവരെ ഒഴിച്ചു തരുമ്പോൾ. അപ്പോൾ ഞാൻ കഴുകിക്കോളാന്ന് പറയുമ്പോൾ സമ്മതിക്കൂല. അവരെന്നെ നമ്മളെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു തരണം, അവർക്കത് നിർബന്ധമാണ്. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ഒരു കൾച്ചറല്ലേ. അപ്പോൾ നമ്മളത് അംഗീകരിക്കാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ കൈ കഴുകി ഇപ്പോൾ ഭക്ഷണങ്ങൾ ഓരോന്നായിട്ട് വന്നു കേട്ടോ. ഇന്നലെ കഴിച്ച പോലെ തന്നെ ഒരു തരം റെഡ് റൈസ് ആണ് കേട്ടോ. പിന്നെ ഇത് രാജ്മയാണ്. ഇത് നമ്മൾ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉരുളക്കിഴങ്ങാണ്. ഇത് മിക്കവാറും സമയത്ത് ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ വാങ്ങിയ ചിക്കൻ വെച്ചിട്ട് കുറച്ച് കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാ കറികളും. അന്ന് വന്നപ്പോൾ വേറൊരു വെറൈറ്റി കഴിച്ചായിരുന്നേ. അന്ന് നമ്മൾ വളരെ ആവശ്യമായിട്ട് എത്തിയതല്ലേ. ഞങ്ങൾ വന്ന് വീട്ടിലൊക്കെ ഇരുന്ന് ചായ കുടിച്ചതിന് ശേഷം പുള്ളി അങ്ങാടി പോയിട്ടോ. പക്ഷെ വിന്റർ ആയതുകൊണ്ട് അങ്ങാടി നേരത്തെ അടച്ചു.
അത് ശരിക്കും നമ്മുടെ ഭാഗ്യേ. അന്നല്ലെങ്കിൽ പുള്ളി ചിക്കനൊക്കെ വാങ്ങി കറി വെച്ച് തന്നായിരുന്നു. പക്ഷേ അന്നത് കിട്ടാത്തത് കൊണ്ട് ഇവര് വിന്ററിലേക്ക് വേണ്ടിയിട്ട് കുറേ വെജിറ്റബിൾസ് ഉണക്കി വെക്കും. അങ്ങനെ വഴുതനങ്ങൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടൊരു പ്രത്യേകതരം കറി ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായി കഴിക്കുകയും ചെയ്തു. സംഗതി എന്താണെന്ന് അറിയോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ബാൽ ബ്രോയുടെ വൈഫ് പറഞ്ഞത്, ഇത് ഇന്നലെ വാങ്ങിയ കോഴിയല്ല, നാടൻ കോഴിയാണ്, വെറുതെ അല്ല, കറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. കഴിക്കുന്നതിൻ്റെ ഇടയിൽ മുസ്താഖ് ബ്രോ വന്നു. പുള്ളിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു താഴെ. അപ്പോൾ എന്നോട് വന്ന് വിവരം പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ കൊണ്ട് പുള്ളി അങ്ങോട്ട് പോയിട്ടോ. ആ സമയത്ത് ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. പുറത്ത് അലക്കാട്ടിരുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. ഞാനും ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുസ്താഖ് ബ്രോ വിളിച്ചു, നമുക്ക് പോവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ് കേട്ടോ, ടുവാർഡ്സ് ടിറ്റ്വാൾ. ഇവിടുന്ന് 3 മണിക്കൂർ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വേറൊരു സംഭവം കൂടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, ഇരുട്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് നേരെ ടിറ്റ്വാളിലേക്ക് പോവാണ്. Almost 85 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇറ്റ് ടേക്സ് 3 hours. അങ്ങോട്ട് പോകാൻ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ വേണം കേട്ടോ. ആർമീൻ്റെ പെർമിഷൻ എടുക്കണം. അപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്കൊരു ബോർഡ് കണ്ടിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടോ, മൾബറി നഴ്സറി കൽമൂന. അപ്പം എന്നാൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, ഒരു 2 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ സർക്കാരിൻ്റെ ഒരു മൾബറി ഫാമാണ് കേട്ടോ. എത്രയോളം ഏരിയ എന്നറിയോ, ഒരുപാട് ഏരിയയിൽ ഇതേ മൾബറീൻ്റെ തൈകളാണേ. തൈകൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പ്രായമുള്ളത് തന്നെയാണ്. അതിനകത്തൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് വലിയ നഴ്സറിയാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി ചെന്ന് നോക്കിയപ്പോൾ അവിടെ 2-3 ജോലിക്കാരൊക്കെ ഉണ്ട്, ഓരോ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇവരിങ്ങനെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കർഷകർക്കൊക്കെ കൊടുക്കുകയാണ് അത്ര ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ മൾബറി ഫ്രൂട്ടിന് വേണ്ടിയിട്ടല്ല കേട്ടോ, പട്ടുനൂൽപ്പുഴുവിനെ വളർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇതിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഗ്രീൻ ഹൗസിൻ്റെ അകത്ത് അവർ ഈ പുതിയ തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാനവിടെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ കുറേ സയൻറ്റിഫിക് സംഭവങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കേട്ടോ. ഇത് ഒരുപാടുണ്ട് കേട്ടോ. അവരിങ്ങനെ തന്നെ കൊണ്ടുപോവാണ്, കുറേ സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുവാണേ. കാറ്റേ ചിൽഡ്രൻസ്, ഓ അത് ഭയങ്കര സംഭവമായിട്ടോ. അതായത് ഇതിപ്പോൾ പൂത്തിക്കാണ്, കുറച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടാവും, അത് പഴുക്കും. ഇത് ചെറിയൊരു ഫാമൊന്നുമല്ല, ഇത് മൊത്തത്തിൽ 37.5 ഏക്കർ സ്ഥലത്താണ് കേട്ടോ പറഞ്ഞു നടക്കുന്നത്. അത്രയും ഏരിയയിൽ, ഒരുപാട് ഏരിയയിൽ വലിയ തൈകളാണ്. അതിനകത്തൊക്കെ പൂവിട്ടിട്ടുണ്ട്, അതിനകത്തൊക്കെ കായ ഉണ്ടാവും. ഈ കായ മൾബറി ഇവർ മാർക്കറ്റിലേക്ക് അയക്കുക വിൽക്കൊന്നും ചെയ്യുന്നില്ല. ഈ നാട്ടിലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് പറിച്ച് കഴിക്കത്ര ചെയ്യുക. അപ്പോൾ ഇത്രയും മൾബറി ഉണ്ടാകുമ്പോൾ എത്രയെങ്ങാനും കായ ഉണ്ടാവും എന്ന് ആലോചിച്ച്. അതൊക്കെ വെറുതെ ഇവിടുത്തെ നാട്ടുകാരും കുട്ടികളൊക്കെ വന്നിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പറിച്ച് കഴിച്ചിട്ട് പോകും എന്നാണ് പറഞ്ഞത്. അത് നൈസ് ഐഡിയ അല്ലേ. ഓക്കെ, താങ്ക് യു, ബൈ. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് വീണ്ടും പുറപ്പെട്ടു. ഇപ്പം നമ്മുടെ സുഹൃത്ത് ഒരു കുപ്പി എടുത്തിട്ട് ഇറങ്ങിപ്പോയിട്ടോ. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണത്രേ. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ ശേഖരിക്കാൻ വേണ്ടി പോയേക്കുവാണ്. സ്പ്രിംഗ് വാട്ടർ. ഒന്ന് മുഖം കഴിയുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. ആ വെള്ളത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഇത്രേ. അതായത് സമ്മറിൽ ആ വെള്ളം നല്ല തണുപ്പായിരിക്കും, വിന്ററിൽ ആ വെള്ളത്തിന് ചെറിയൊരു ചൂടായിരിക്കും ഇത്രേ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ നാച്ചുറൽ ഫിനോമിനാണ്. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ എന്താ സംഭവം. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ക്രാൽപ്പുര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് പെർമിറ്റ് എടുക്കേണ്ടത്. അപ്പോൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോട്ടോ സ്റ്റേറ്റ് കടയിൽ കയറി അവിടുന്ന് ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കടത്തില്ല കേട്ടോ. ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെർമിറ്റ് കിട്ടി. ബോർഡർ ഏരിയ ആയതുകൊണ്ടേ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അങ്ങോട്ട് ആൾക്കാരെ കടത്തി വിടുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇപ്പം നമ്മൾ കർണ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്കുള്ള പെർമിറ്റ് എടുത്തു. ഇത് വലിയൊരു ഏരിയ തന്നെയാണ് പറയുന്നത് കർണ എന്ന്. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇനി വേറെ പെർമിറ്റ് എടുക്കണം. അത് ഈ കർണ റീജിയനിൽ എത്തിയതിന് ശേഷം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വീണ്ടും എടുക്കണം. അത്രേ, ബോർഡർ ആയതുകൊണ്ടാണ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ പെർമിറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഇ പാസ് കുപ്വാര എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ ഓൺലൈൻ തന്നെ പെർമിറ്റ് എടുത്താൽ മതി. എന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് സമയം കളയണ്ട. നമ്മളപ്പോൾ ശരിക്കും പുറപ്പെട്ട് പെർമിറ്റൊക്കെ കിട്ടിയതിന് ശേഷം ഇപ്പോൾ ദാ പോകുന്ന വഴിക്ക് കണ്ടോ ഈ താഴെ കാണുന്ന വീടുകളൊക്കെ. നമ്മൾ രാവിലെ ആ മില്ല് കാണാൻ വന്നില്ലേ,
ആ ഒരു സ്ഥലമാണ് കേട്ടോ അതൊക്കെ, ആ ഒരു വില്ലേജാണ്. കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ ചൗക്കിദാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിട്ടോ. അവിടെയാണ് നമ്മൾ ഈ പേപ്പർ കാണിച്ചു കൊടുക്കേണ്ടത്. ഈ പേപ്പർ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ വേറെ ചെറിയൊരു സ്ലിപ്പ് വന്നു. ആ സ്ലിപ്പ് കൊണ്ട് നമ്മൾ വീണ്ടും അവിടെ പോന്നു. ഒരു 1.5 കിലോമീറ്റർ പോയപ്പോ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ ആ സ്ലിപ്പ് കാണിച്ചു കൊടുത്തു. അവര് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എവിടുന്നാണ്, എങ്ങിട്ടാണ്, എന്തിനാണെന്നൊക്കെ. അതൊക്കെ പറഞ്ഞ് ഇപ്പൊ അവിടുന്ന് നമ്മൾ പറഞ്ഞയച്ചു. ഇപ്പൊ നമ്മള് ആ ചെക്ക് പോസ്റ്റ് കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷം മൊത്തത്തിലൊരു മാറ്റട്ടോ. നല്ല ഭംഗിയുണ്ട്. റോഡും 2 വശങ്ങളിലും നിറച്ച് പച്ചപ്പുള്ള മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടയർ കട കിട്ടിട്ടോ നമുക്ക്. അപ്പോൾ പുള്ളി എയറൊന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദൂരം പോയിട്ടുള്ളൂ ഇത്ര ഈ ടയർ ഷോപ്പ്. പക്ഷെ ഇവിടെ ആളൊന്നുമില്ല കേട്ടോ. പുള്ളി സ്വന്തം ചെയ്യാണ്, അവിടെ ആളെ ഒന്നും കാണാനില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ കണ്ടോ ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. ഇതാണ് ബംഗസ് വാലിയിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടെ ഒരു ബോർഡുണ്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയ കേട്ടോ. നമ്മൾ ഈ വഴിക്കല്ല പോകുന്നത്. കണ്ടോ, വെൽക്കം ടു ബംഗസ് വാലി. ബംഗസ് വാലി സെയിം ലൈക്ക് ഗുൽമാർഗ്. Gulmarg is modified. ഓ ഓക്കെ. ബംഗസ് വാലി This is natural valley. അതെ അതെ അതെ. ഗുൽമാർഗിൽ നമ്മുടെ മനുഷ്യന്റെ കൈകടത്തലുകൾ കുറെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാലിയാണ് ഇത്ര ബംഗസ് വാലി. ഞാൻ അത് കുറെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇത് അങ്ങോട്ടുള്ള വഴിയാണ്. നമ്മൾ ഈ വഴിക്കല്ല പോകുന്നത്, നമ്മൾ that way. Yes. कभी तुम से ये प्यार हमें याद रखना. കുറെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവല്ലേ. അപ്പൊ ജസ്റ്റ് നമ്മൾ നിർത്തി. നമ്മൾ ഈ റൂട്ടിൽ സാധന പാസ് എന്ന് പറയുന്ന ഹയസ്റ്റ് ടോപ്പ് കയറി ഇറങ്ങണം കേട്ടോ. അവിടേക്ക് ഇനി കുറച്ചുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ദേ ഇവിടെ വണ്ടി നിർത്തി. വണ്ടി നിർത്താനുള്ള കാരണം പുള്ളി ഇതാ ഈ ഒരു ഭാഗം എനിക്ക് കാണിച്ചു തന്നിട്ടാണ് കേട്ടോ. നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്കേ. ദൂരെ മലകളുടെ മുകളിൽ മഞ്ഞ് കാണുന്നുണ്ട്. താഴെതാ കുറേ ചെറിയ ചെറിയ വില്ലേജസ് കാണുന്നുണ്ട്. സാധന പാസിലേക്ക് ഇനി ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറങ്ങായിരിക്കും. ആ പറയപ്പെട്ട പാസ്സാണ് കേട്ടോ. അന്ന് നമുക്ക് ഈ വഴിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം വിൻ്ററിൽ ഇവിടെ ഭയങ്കര ഹാർഷായിരിക്കും. ഭയങ്കര നല്ല ഒരുപാട് ഹൈറ്റിൽ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. ഈ വണ്ടികൾക്കൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടാവും. എല്ലാ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. ചില സമയത്ത് 1 വേ ട്രാഫിക് ആയിരിക്കും. ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും. പിന്നെ എല്ലാ ദിവസവും ഈ മിലിറ്ററി ആ പ്രത്യേകതരം വണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ സ്നോ നീക്കം ചെയ്തിട്ടാണ് വണ്ടി പാസ് ചെയ്യുക. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. ഓക്കെ 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 ഓക്കെ. സ്ലൈഡിങ്. ആ ഓക്കെ ഓക്കെ. സ്ഥിരം സ്ലൈഡിങ് ഉണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്ലേസ്? Khoninala. ഖോനിനാല. Khoninala. ഓക്കെ. Khon means blood. ബ്ലഡ്. Blood. ആ ഓക്കെ ഓക്കെ. ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കേട്ടില്ലേ, ഖൂനിനാല. ഖൂനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ആണ് അത്രേ. നാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ, അങ്ങനെ എന്തോ ഒരു അർത്ഥം പറഞ്ഞു. അപ്പോൾ ബ്ലഡ് എന്ന് റിലേറ്റഡ് ആയിട്ട് പേര് വരാൻ കാരണം ആ ഭാഗത്ത് മിക്കവാറൊക്കെ മോളിൽ നിന്നുള്ള സ്ലൈഡ് ഉണ്ടാവും. ഇപ്പം അതല്ലെങ്കിൽ വണ്ടി താഴേക്ക് വീഴുത്രേ. ഭയങ്കര ഡേഞ്ചറാണ് ആ ഭാഗത്തെ റോഡ്. അപ്പോൾ സ്ഥിരമായിട്ട്, അതായത് എല്ലാ വർഷവും മിനിമം 6-7 പേര് ആ ഭാഗത്ത് മരിക്കുത്രേ. അതുകൊണ്ടാണ് അത്രേ ആ സ്ഥലത്തിന് ഖൂനിനാല എന്ന പേര് വന്നത്. പിന്നീട് ഒരു 10-20 മിനിറ്റ് കൂടി വണ്ടി ഓടിച്ചപ്പോഴത്തേക്കും നമ്മൾ സാധന പാസിലെത്തിട്ടോ. സാധന പാസിലെത്തിയപ്പോൾ പിന്നെ കുറേ സമയം നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള മഞ്ഞുമലയുടെ അതേ ലെവലിൽ ഇങ്ങനെ കുറേ സമയം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. മഞ്ഞുമല പിന്നെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. ഇത് ഈ ഭാഗത്ത് നോക്കുമ്പോൾ താഴത്ത് നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള റോഡ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. സാധന പാസിൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റായിട്ട് നമ്മുടെ വാഹനങ്ങളൊക്കെ പട്ടാള ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ പെർമിറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് വിട്ടു. പിന്നെയും കുറേ ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതാ സൂര്യൻ അസ്തമിക്കാൻ പോവാൻ കേട്ടോ. റോഡ് പല ഭാഗത്തും നല്ലതാണ്, പക്ഷേ പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ് നാശമായതാണ്. വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊന്നും സേഫ്റ്റി ബാരിയേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. വെറുതെ പ്ലെയിനായിട്ട് കിടക്കുകയാണ് ഇതിൻ്റെ സൈഡൊക്കെ. അത് ഒരു ചെറിയൊരു പേടിപ്പിക്കുന്ന സംഗതിയാണ്. എന്തായാലും നമ്മളങ്ങനെ ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മണിക്കൂറായിട്ട് നമ്മൾ മനുഷ്യരൊന്നും താമസമില്ലാത്ത മലമ്പ്രദേശത്തൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി പോയപ്പോൾ ദേ താഴത്ത് നമുക്കിങ്ങനെ വീടുകളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. അതായത് ഗ്രാമങ്ങളൊക്കെ കണ്ടു തുടങ്ങി.
ഒരു ഭാഗത്തൊരു കൂട്ടം വീടുകൾ കാണും. അപ്പോൾ മുഷ്താഖ് ബ്രോ അത് ഇന്ന ഗ്രാമമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു തരും. പിന്നെ കുറച്ച് ദൂരം പോകുമ്പോൾ വീണ്ടും കുറച്ച് വീടുകൾ കാണും. അപ്പോൾ ആ ഗ്രാമത്തിനെയും എനിക്ക് പരിചയപ്പെടുത്തി തരും. മുഷ്താഖ് ബ്രോക്ക് ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളെ കുറിച്ചിട്ടൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. കാരണം പുള്ളിയുടെ നാടാണ്, പുള്ളി പിന്നെ എപ്പോഴും യാത്ര ചെയ്യുന്ന റൂട്ടുമാണ് ഇതെല്ലാം. അങ്ങനെ ഞാനിങ്ങനെ താഴേക്ക് നോക്കി ഈ മനോഹരമായ ഗ്രാമങ്ങളും അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മലയൊക്കെ ഇറങ്ങിയിട്ട് നമ്മളൊരു സമതല പ്രദേശത്തെത്തി. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് തങ്താർ എന്ന് പറയുന്ന വില്ലേജിലാണ് കേട്ടോ. ഇവിടുന്നാണ് നമുക്ക് പെർമിറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളുടെയും ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിറ്റ് എടുത്ത് വന്നു. പിന്നെ അവിടുന്ന് വീണ്ടും പുറപ്പെട്ടു. ഇവരിങ്ങനെ എല്ലാ സമയത്തും അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് തരുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. 1-2 പ്രാവശ്യമൊക്കെ ആണെങ്കിലും ഓക്കെ. അപ്പോൾ ഞാൻ എത്ര വട്ടം പറഞ്ഞാലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ടീറ്റുവാളിലാണ്, ഞാൻ പറഞ്ഞല്ലോ മുഷ്താഖ് ബ്രോയുടെ വൈഫിൻ്റെ നാടാണ് ടീറ്റുവാൾ. അപ്പോൾ അവിടെ അവരുടെ വീടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഭക്ഷണമൊക്കെ പുറത്തുനിന്നാക്കാം, അവരോട് പറയരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്നിട്ട് പുള്ളി ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിറ്റ് എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ടീറ്റുവാളിലേക്ക് വേറൊരു പെർമിറ്റ് എടുക്കണമെന്ന്. അപ്പോൾ അതെടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പുള്ളിക്കൊരു കോൾ വന്നു. എന്നിട്ട് പുള്ളി ചിരിക്കുകയാണ്. അപ്പോൾ എന്തോ ചോദിച്ചപ്പോൾ വൈഫിൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ, പുള്ളിക്കാരി ഓൾറെഡി ഡിന്നറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, പുറത്തുനിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു. സംഗതി നമുക്ക് രസമൊക്കെ തന്നെയാണ്. ഇവരുടെ ലോക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ലോക്കൽ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാകുന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇത് എന്തൊക്കെ ചെറിയ വഴികളിലൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് റോഡ് സൈഡിലൊരു പഴയ കെട്ടിടം നിൽക്കുന്ന കണ്ടോ, മരം കൊണ്ടുണ്ടാക്കി ചെറിയ ഗ്യാപ്പുകളൊക്കെയാണ്. എന്തൊക്കെ വഴികൾ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആക്ച്വലി ഇത് മെയിൻ റോഡല്ല കേട്ടോ. മെയിൻ റോഡ് അപ്പുറത്ത് വേറെ ഉണ്ട്. നമ്മൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ പിന്നെ ആ വഴിക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇനി അങ്ങനെ ചുറ്റി പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്ത് രസമാണ് നോക്കിയ സ്ഥലങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ കുറച്ചൊരു ഓപ്പൺ ഏരിയയിലേക്ക് എത്തിട്ടോ. കുറച്ച് വലിയ വഴിയൊക്കെ. ഇവിടെയൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. ഇതൊക്കെ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളാണ് കേട്ടോ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് യാർ. എവിടെ നോക്കിയാലും ഭംഗിയുള്ള സ്ഥലങ്ങള്. ഞാൻ ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ച് എൻ്റെ ഫോണൊക്കെ ഇപ്പം അറിയും. എന്താ കഥ. സമയം നോക്കിയപ്പോൾ 7 മണി കഴിഞ്ഞിട്ട് 7:05 ആയിട്ടുണ്ട്. പക്ഷെ പുറത്ത് നല്ല വെളിച്ചുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പുറപ്പെട്ടതുകൊണ്ട് എത്താൻ കുറച്ച് വൈകുന്നു വിചാരിച്ചിരുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ എത്തി. നമ്മൾ ടീറ്റുവാൾ എത്തുന്നതിന് മുമ്പ് ഒരു 10 കിലോമീറ്റർ മുമ്പ് ഇവിടെ ഒരു വില്ലേജ് കേട്ടോ. അവിടെ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നതാണ്. അവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇവർ സാധാരണ ഒരു വീട്ടിലെത്തുന്ന പോലെ നമ്മളെ സ്വീകരിച്ച് അവിടെ അവരുടെ സിറ്റിംഗ് റൂമിലിരുത്തി. ഇപ്പോൾ എന്തൊക്കെ കഴിക്കാനും കുടിക്കാനൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങിയതുണ്ട്, ഒരു തരം ബിസ്ക്കറ്റ് ഉണ്ട്, കടല വറുത്തത് ഉപ്പൊക്കെ ഇട്ടിട്ട് വറുത്തതുണ്ട്, റൊട്ടി ഉണ്ട്, പിന്നെന്താ കേക്കിൻ്റെ കഷ്ണമുണ്ട്, പിന്നെ ചായ, മധുരമുള്ള ചായ തന്നെയാണേ, അതുകൊണ്ട്. അപ്പോൾ ചായ കുടിക്കാം കേട്ടോ. ചെന്നിപ്പൂര ബാല എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അത് പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മുസ്താഖ് ഭായ് പറഞ്ഞിരുന്നു ഇവിടെ വൈഫിൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴത്തേക്കും 2-3 പേര് മുന്നിൽ പോയിട്ട് അപ്പോൾ അവിടെ വണ്ടി പാർക്കിയിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി ചായ കുടിക്കട്ടെ. ഇനി ഒരു 10 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് വന്ന സ്ഥലത്തേക്ക് എത്താൻ. ചായ കുടിച്ചായിട്ട് കുറച്ച് നാൾ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഡിന്നർ അവിടെ അടുത്ത സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് ടീറ്റുവാളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി സമയം അവിടെ ഇരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മുസ്താഖ് ബ്രായുടെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ് കേട്ടോ, വഹീദ്. അപ്പോൾ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളി പഠിക്കുകയാണ്. പക്ഷെ പുള്ളിയുടെ ഉപ്പ ഒരു അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളി കൈ കൊണ്ട് ഈ തടിയിൽ കൊത്തുപണികളൊക്കെ ചെയ്യുന്നൊരു പണി ചെയ്യുന്ന ആളാണ്. അപ്പോൾ തൊട്ടിപ്പുറത്താണ് അവരുടെ വീട് എന്ന് പറഞ്ഞു. ജസ്റ്റ് 5 മിനിറ്റ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ്. വഹീദ് ബ്രോ അവിടുന്ന് പറഞ്ഞിരുന്നു അവൻ്റെ ഉപ്പ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് കേട്ടോ. ഇപ്പോൾ സമയം 8:30 മണി കഴിഞ്ഞു. അവരുടെ വീടിൻ്റെ പുറകിൽ തന്നെയാണ് വർക്ക്ഷോപ്പ്. ദേ ഇപ്പോഴും അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഒരുപാട് മെഷീനറീസ് ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷേ ഹാൻഡ് വർക്കിന് വേറെ ഡിമാൻഡ് തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം കണ്ടോ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറിയ കുറച്ച് ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് കൊത്തിയെടുക്കുന്നതാണ് കേട്ടോ. പല തരത്തിലുള്ള കുറച്ച് ഉളികളുണ്ട്.
ഇത് മാത്രമാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. വേറെ യാതൊരുവിധ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള ഇങ്ങനത്തെ ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇദ്ദേഹം ഇത് പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ വുഡിലേക്ക് പകർത്തിയതിന് ശേഷം ചെയ്യുന്നതാണെന്ന്. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ജസ്റ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ആദ്യം ആ തടിയുടെ പുറത്ത് വരക്കും, അതിനുശേഷം അതിങ്ങനെ കൊത്തിയെടുക്കും. പിന്നീട് ഇതാ ഇപ്പോൾ അവരിങ്ങനെ ഈ സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക സ്മൂത്താക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് സ്മൂത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 50% വർക്കായിട്ടുള്ളൂ. സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പോളിഷിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അടിപൊളിയാണ്. ഇത് ശരിക്കും ഒരു നമ്മുടെ ടീ പോയി എന്നൊക്കെ പറയില്ലേ, കോഫി ടേബിൾ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാണ്. ഇതിനി 4 കാലും വന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ഗ്ലാസും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അതാ അദ്ദേഹം അതിൻ്റെ കാല് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. ഇതും ഫിനിഷ്ഡ് അല്ല കേട്ടോ. അത് മെയിൻ കുറച്ച് പണികൾ ബാക്കിയുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ഇതുണ്ടോ ഈ ചാച്ച, അദ്ദേഹം ഈ അടുത്തുള്ള ആളാണ്, പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ എന്താ പറയുക സാൻഡ് പേപ്പർ ഇടാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കിനൊക്കെ അദ്ദേഹത്തിന് ഉപ്പാനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ചാച്ച. കണ്ടോ, എന്തായാലും ഇവിടെ വന്നപ്പോൾ ഈ കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. നമ്മുടെ നാട്ടിലും ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇദ്ദേഹം ഈ കാലഘട്ടത്തിലും അത് തുടരുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് മരത്തിൻ്റെ പണിയായതുകൊണ്ടേ അവരുടെ വീട്ടിൽ മൊത്തം മരത്തിൻ്റെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു റൂമിനകത്ത് കംപ്ലീറ്റ് വുഡൻ പാനൽ ചെയ്തേക്കാണ്. ഇത് ഓരോന്നും ഓരോ പീസാണ് അത്രേ. കണ്ടോ, ഇതാണ് കേട്ടോ അവരുടെ കിച്ചണ്. സാധാരണ നമ്മൾ കശ്മീരിൽ ഒരു വീട്ടിലും ഇതുപോലത്തെ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാൻ പോയ വീട്ടിലൊന്നും ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് ചെയ്ത കിച്ചൺ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇവരുടെ വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂവിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ലൈറ്റില്ലേ, അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാനാണേ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പോകുന്ന ടീറ്റ്വാൾ എന്ന് പറയുന്ന വില്ലേജ് ഏകദേശം ആ ഭാഗത്തായിട്ട് വരും കേട്ടോ. നമ്മളങ്ങനെ അവിടുന്ന് പോകുന്നു കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ മുസ്താഖ് ബ്രോയുടെ വൈഫിൻ്റെ 3 അനിയത്തിമാരുടെ വീടുകളാണ് കേട്ടോ. ഇപ്പോൾ ഒന്നാണിത്, നമ്മളിപ്പോൾ ആദ്യം വന്ന വീടില്ലേ, അവിടെ തന്നെ വീണ്ടും വന്നു. രണ്ടാമത്തേന് അവിടെ പോയത്. പിന്നെ വേറൊരു വീട് കൂടി ഉണ്ട്. ആദ്യത്തെ 3 വീട്ടിലത്തെയും ഓരോ മക്കൾ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. ചെക്കന്മാർ എന്ത് വൈബാന്ന് അറിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തിരിച്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉച്ചൻ്റെ മുമ്പ് ശ്രീനഗർ എത്തണം. നാട്ടിൽ നിന്ന് 2-3 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ എന്തായാലും ശ്രീനഗറിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒരു കലക്കുമായിരുന്നു. കാരണം ഈ സ്ഥലം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയല്ല കേട്ടോ, ഇൻട്രസ്റ്റിംഗ് മീൻസ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒരുപാട് കൃഷിയുണ്ട്, കുറേ സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇപ്പം നടന്നു വരുമ്പോൾ ഇവർ 3 പേരുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർ ഓരോ കഥ പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഈ ഇവിടെ ഇൻസിഡൻറ്റ് ഉണ്ടായില്ലേ കശ്മീരിലെ ആ വെടിവെപ്പ്, അതിനുശേഷം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമി പാകിസ്ഥാനെ ആക്രമിച്ചത് ആ ഒരു പോസ്റ്റ് കാണിച്ചു തന്നു കേട്ടോ. ഒരു മലയുടെ മുകളിൽ ഒരു ലൈറ്റ് കാണിച്ചു തന്നു. അവിടുത്തെ ആ മിലിറ്ററി പോസ്റ്റിനകത്ത് ഇന്ത്യ പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്തത്. അതായത് ആ സമയത്ത് ഇവരെടുത്ത ചെറിയ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തന്നു കേട്ടോ, ഫോണിലെടുത്ത്. ഇവിടെ വരെ വില്ലേജിൽ കുറച്ച് മുകളിലേക്ക് ഞങ്ങൾ നടന്നു വന്നതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് ഷെല്ല് വീണിട്ട് മണ്ണിൽ ഇങ്ങനെ കുഴിയായതൊക്കെ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകരം ഒരു ദിവസമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങളൊന്ന് കാണാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബങ്കേഴ്സ് ഉണ്ട്. എനിക്കതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഗവൺമെൻറ് ബങ്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ബങ്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലി ഇവർ ചില വീടുകളിലൊക്കെ അവർ സ്വന്തമായിട്ട് ബങ്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് അതിനകത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. ഓരോ കഥ കേൾക്കുമ്പോൾ ഭയങ്കര ഇത്. പിന്നെ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നു ഈ വീട്ടിലേക്ക്. ഇവിടെയാണ് നമുക്ക് ഡിന്നർ സെറ്റാക്കിയിട്ടുള്ളത്. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ടീറ്റ്വാൾ പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും ഒരു 3-4 ദിവസം വേണ്ടിയിരുന്നു ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റാൻ. സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൈ കഴുകാനുള്ള സംഭവം കൊണ്ടുവന്നിട്ടോ. ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും, ഒരു മാറ്റമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഡിന്നർ വന്നിട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവരോട് എത്ര പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ഇവിടെ മിക്കവാറും ഒക്കെ നമുക്ക് ഈ നാടൻ കോഴി കിട്ടും കേട്ടോ. ആ കറി ഭയങ്കര ടേസ്റ്റുമാണ്. കുറച്ച് ഹാർഡായിരിക്കും ചിക്കൻ, എന്നാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് കഴിച്ചിട്ട് പോട്ടെ. ഗംഭീര ടേസ്റ്റ് ആട്ടോ. ചിക്കൻ കറി എപ്പോഴും അടിപൊളിയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടോ ജീരകം ടൂത്ത് പിക്ക് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ റെഡിയാണ്.
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നിനി പോവണ്ടെന്ന് പറഞ്ഞിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടേ പിന്നെ അവിടെ മിലിറ്ററി ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ എന്താ ഏതാന്നൊക്കെ ചോദിക്കും. വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണേ. ഇവിടെ ഉറങ്ങിയാലും അവിടെ പോയിട്ട് ഉറങ്ങിയാലും സെയിം അല്ലേ, രാത്രി ഉറങ്ങിയല്ലേ വേണ്ടുള്ളൂ. ഇന്നിവിടെ നിന്നിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും പിന്നെ മുസ്താഖും കൂടി പോയിട്ട് വണ്ടി പോയിട്ട് ബാഗെല്ലാം എടുത്തിട്ട് വന്നു. ഇപ്പോൾ ഇതാ പതിവ് പോലെ നമ്മൾ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇവർ നമുക്ക് വേണ്ടിയിട്ട് ബെഡൊക്കെ സെറ്റാക്കാൻ കേട്ടോ. ഇതാണ് കഥ. ഇനിയിപ്പോൾ നമ്മൾ ഇന്നിവിടെ ചിലവഴിക്കുകയാണ്. നാളെ നമുക്ക് ടീറ്റുവാൾ പോകാമെന്ന് വിചാരിക്കുന്നു. ഓ വാട്ട് എ സിസ്റ്റം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.